ഇന്ന് നമ്മൾ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടീ ടൈം കേക്കാണ് റെഡിയാക്കുന്നത്. നമ്മുടെ സാധാരണ നാടൻ പഴം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഓവനിലാണ് ചെയ്യുന്നത്. ഓവൻ ഇല്ലാത്തവർക്കും തീർച്ചയായിട്ടും ചെയ്തു വെക്കാൻ പറ്റുന്ന ഈ ഒരു കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു 3 നന്നായിട്ട് പഴുത്തിട്ടുള്ള ചെറുപഴം എടുത്തിട്ടുണ്ട്. ചെറുപഴം എന്ന് പറയുമ്പം ഞാലിപ്പൂവിനാണ് ഇപ്പോഴും എടുത്തിട്ടുള്ളത്. ഇതുപോലെയൊക്കെ വരുന്ന ഏതെങ്കിലും ഒരു അത്യാവശ്യം നല്ല പഴുത്തിട്ടുള്ള ഒരു 3 പഴം എടുക്കുക. ഈ ഒരു വലിപ്പത്തിലുള്ളത്. വലുതാണെങ്കിൽ 2 എണ്ണം മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് പീക്കാൻ നട്ട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിക്കുന്നുണ്ടല്ലോ, അത് കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് എടുക്കുക. ഇത് നിർബന്ധമൊന്നുമില്ല. ഈ ഒരു നട്ട്സ് എന്ന് പറയുമ്പം നമ്മൾ പിസ്ത ബദാം ഒക്കെ പോലെ കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും എല്ലാവരുടെ കയ്യിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അത് വെച്ചിട്ട് ആ ഒരു ടേസ്റ്റിൽ ഉണ്ടാക്കുന്നു, അത്രയേ ഉള്ളൂ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് കുറച്ച് ബദാമോ അല്ലെങ്കിൽ വാൾനട്ട് അങ്ങനത്തെ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് എടുത്താലും മതി. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം കത്തി വെച്ചിട്ട്. പെട്ടെന്ന് തന്നെ മുറിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. അതായത് ഒരു പാൻ ചൂടാക്കി അതിൽ വെറുതെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഒരുപാടൊന്നും വേണ്ട, ഒരു 2-3 ടേബിൾ സ്പൂൺ മതി നമുക്ക് ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട്. ഇനി ഇതിലേക്കുള്ള മൈദയൊക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ടൊരു 1/4 കപ്പ് മൈദയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊരു 1-2 പ്രാവശ്യം മിക്സ് ചെയ്തൊന്ന് അരിച്ചെടുക്കണം. അങ്ങനെ ആകുമ്പോൾ കേക്ക് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ പൊങ്ങി കിട്ടാനായിട്ട് എളുപ്പമാണ്. ഒരു 1-2 പ്രാവശ്യം അരിച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കണം. ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഇനിയൊരു 100 ഗ്രാം ഉപ്പില്ലാത്ത ബട്ടർ എടുത്തിട്ടുണ്ട്. ഒരിക്കലും തണുപ്പുള്ള ബട്ടർ എടുക്കരുത്. റൂം ടെമ്പറേച്ചറിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ വേണം എടുക്കാൻ. ഇനി തീരെ ബട്ടർ കയ്യിലില്ലാത്തവർക്ക് ഓയിൽ വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ടീ കേക്കൊക്കെ റെഡിയാക്കുമ്പോൾ ബട്ടർ ആണെങ്കിൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഇനി ഇത് ആദ്യം ഒന്ന് ബീറ്റർ വെച്ചിട്ട് ഒന്നങ്ങ് ബീറ്റ് ചെയ്തെടുക്കുക. ഇലക്ട്രിക് ബീറ്റർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ. ബട്ടർ ഇതുപോലെ നായി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കുന്നുണ്ട്. പൊടിച്ച പഞ്ചസാരയുടെ അളവാണ് 1 കപ്പ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ടീ കേക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് മധുരമൊന്നും വേണ്ട. 1 കപ്പിന് അത്യാവശ്യം നല്ല മധുരമുണ്ട്. കുറവ് വേണമെന്നുള്ളവർക്ക് കുറച്ച് വേണമെങ്കിൽ കുറയ്ക്കാട്ട് ഒരു 3/4 കപ്പ് ആയാലും മതി. അപ്പോൾ ലൈറ്റ് ആയിട്ടുള്ള മധുരമേ കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബട്ടർ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോരോ മുട്ട വീതം ചേർത്താൽ മതി. ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം വേണം അടുത്ത് ചേർക്കാൻ വേണ്ടിയിട്ട്. 2 ഒന്നിച്ച് ചേർക്കേണ്ട. അതുപോലെ തന്നെ മുട്ട ചേർത്തിട്ട് ഒരുപാട് സമയം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്, പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ഇത്തിരി ബദാം മിക്സിൻ്റെ എസൻസ് കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊരു നിർബന്ധമില്ല, ഇപ്പം എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രം എടുക്കുകയാണ്. ഇതുണ്ടെങ്കിൽ കളർ ഒരു ഇത്തിരി യെല്ലോ കളർ കിട്ടും, പിന്നെ നല്ലൊരു ഫ്ലേവർ, അത്രയേ ഉള്ളൂ. ഒരു നിർബന്ധമില്ല. അളവ് കൂടി പോകരുത് കേട്ടോ. ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് തന്നെ മതിയാകും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ എടുക്കുന്ന 3 പഴം ഒന്ന് ചെറുതായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആദ്യം ഒരു സൈഡിലേക്ക് വെക്കുക. ആദ്യം ഇതങ്ങ് റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ഇനി റെഡിയാക്കിയിട്ടുള്ള ഇതിലേക്ക് മൈദയുടെ മിക്സ് ഇട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ബീറ്റർ വെച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് മൈദ പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ലാസ്റ്റിന് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ, ആ പഴത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീക്കാൻ നട്ട്സ് കൂടെ ഇട്ട് കൊടുക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഒരുപാടൊന്നും വേണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ മതിയാവും കേട്ടോ. അപ്പോൾ ഇത് എടുക്കുമ്പോൾ ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ മൈദ കൂടി ഇട്ടിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്തും. അല്ലെങ്കിൽ കേക്കിൻ്റെ അടിഭാഗത്ത് മാത്രമായിട്ട് കിടക്കും ഇത്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും എല്ലാം എത്തുന്ന രീതിയിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇതൊരു ടീ കേക്ക് ആയതുകൊണ്ട് തന്നെ കേക്ക് ബാറ്റർ ഇത്ര കട്ടിയിൽ തന്നെയാണ് ഉണ്ടാവാൻ, അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് കിട്ടില്ല. സ്പോഞ്ച് കേക്കിൻ്റെ ഒന്നും അത്രയ്ക്ക് ലൂസ് ആവശ്യമില്ല. അതായത് പാലൊന്നും ഒഴിച്ച് ലൂസാക്കേണ്ട ആവശ്യമേ വരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ചെയ്യുന്നത്. ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ള കേക്ക് ടിന്നാണിത്. ഇതിലേക്ക് മൊത്തത്തിൽ ഇതുപോലെ കോരി ഇടുന്ന രീതിയിൽ മതി നമ്മുടെ ഈ ഒരു ബാറ്റർ. ഇനി ഇത് മൊത്തത്തിൽ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് പരത്തിയെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ നമ്മൾ. കേക്ക് ബാറ്റർ റെഡി ആക്കുമ്പോഴേ ഓവൻ ഒരു 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അങ്ങനെ ചൂടായി കിടക്കുന്ന ഓവനിലേക്ക് ഇത് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ OTG ഓവനിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇനി ഇതൊരു 180 ഡിഗ്രി സെൽഷ്യസ് സെലക്ട് ചെയ്തിട്ട് അതിലൊരു 35 to 45 മിനിറ്റ് വരെ എന്തായാലും വേണ്ടി വരും. കാരണം നല്ല കട്ടിയുള്ള ബാറ്റർ അല്ല. അല്ലാതെ നമ്മൾ സ്പോഞ്ച് കേക്കൊക്കെ ആകുമ്പോൾ അത്രയ്ക്കൊരു ടൈം വേണ്ടി വരില്ല. പിന്നെ ഓരോ ഓവനും അനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ടൈം നോക്കിയിട്ട് തന്നെ വേണം ചെയ്യാനായിട്ട്.
ഇനി ഓവൻ ഇല്ലാത്തവർക്കും ഈ ഒരു കേക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ മുൻപ് ഒരുപാട് വീഡിയോസ് ഓവൻ ഇല്ലാതെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു പാനിൽ ഉപ്പ് വെച്ചിട്ട് ചൂടാക്കിയിട്ട് ഇതുപോലെ തന്നെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്ന വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ മുൻപത്തെ കേക്കിൻ്റെ ഒക്കെ വീഡിയോസ് കണ്ടു വയ്ക്കാൻ മതി. ഈ ഒരു കേക്ക് മുറിച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് നല്ലൊരു ഭംഗിയിലാവും, നല്ല മുകൾ ഭാഗത്ത് നല്ലൊരു ബ്രൗൺ കളറിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഓവനിൽ ചെയ്തിട്ടുള്ളത്. സാധാരണ നമ്മൾ കേക്കൊക്കെ ചെയ്യുന്ന പോലെ പ്രഷർ കുക്കറിൽ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലാതെ വലിയൊരു പാനിൽ ഉപ്പിട്ടിട്ട് ബേക്ക് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഏത് രീതിയിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ ഒരു കേക്ക് എന്ന് പറയുമ്പോൾ ഈ ബാറ്റർ അത്യാവശ്യം നല്ല കട്ടിയുള്ളത് കൊണ്ട് തന്നെ 30-35 മിനിറ്റിലൊക്കെ ആയി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം കുറച്ചുകൂടി സമയം കൂടുതലെടുക്കും. ഇപ്പോൾ എൻ്റെ ഈ ഒരു OTG ഓവനിൽ ഏകദേശം ഒരു 45 to 50 മിനിറ്റിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലായി കിട്ടാനായിട്ട്. അപ്പം ഇതുപോലത്തെ നല്ല കളറായി കിട്ടണം ഈ ഒരു കേക്ക്. കളറ് നല്ല ഉൾഭാഗം നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ടാവണം. അപ്പോൾ ഒരു 35 മിനിറ്റൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒരു സ്ക്വയർ വെച്ചിട്ട് ഒന്ന് കുത്തി വെക്കുന്ന സമയത്ത് അതിൽ മാവൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് ബേക്ക് ആയിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, ആ സമയത്ത് കറക്റ്റ് ബേക്ക് ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ക്വയറോ കത്തി എന്തെങ്കിലും വെച്ച് കുത്തി വെക്കുന്ന സമയത്ത് ഇതിൽ ഇത്തിരിയെങ്കിലും മാവ് ഒട്ടിപ്പിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സമയം വെച്ചിട്ട് ബേക്ക് ചെയ്യുക വേണം. എന്താണെന്ന് വെച്ചാൽ അത് പിന്നെ റെഡി ആയിക്കോളെന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ വെക്കുകയാണെങ്കിൽ കേക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ, കാരണം മുറിച്ച് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഉൾഭാഗം വേവാത്തൊരു പ്രശ്നം വരും. ഇതിപ്പോൾ നമ്മൾ ബട്ടർ പേപ്പറൊക്കെ വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റും, ഇതിൽ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിനി ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഈ ചൂടോടുകൂടെ നമ്മൾ എന്തായാലും കട്ട് ചെയ്ത് കഴിക്കരുത്. സൈഡിലുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് അങ്ങ് മാറ്റിയെടുക്കാം. സൈഡിൽ ബട്ടർ പേപ്പറൊക്കെ ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് തന്നെ ഈ സൈഡ് ഭാഗം ഒരുപാട് ഭയങ്കര ഹാർഡായിട്ട് വരുന്നൊരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബട്ടർ പേപ്പറൊക്കെ അങ്ങനെ വെച്ചിട്ടുള്ളത്. പിന്നെയെന്ന് പറയുമ്പോൾ ബട്ടർ പേപ്പർ കേക്ക് ടിന്നിൽ വെക്കുന്നതൊന്നും ഞാൻ കറക്റ്റ് കാണിക്കാതിരുന്ന വെച്ചാൽ മുൻപത്തെ വീഡിയോസിലൊക്കെ നമ്മൾ എങ്ങനെയാണ് കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പർ വെക്കുന്നത് എന്നൊക്കെയുള്ളത് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വെറുതെ വീഡിയോ ലെങ്ത് കൂട്ടണമല്ലോ എന്ന് വെച്ചിട്ടാണ് പറയാതിരുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കേക്ക് നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ സാധാരണ ക്രീം കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി സ്പോഞ്ച് കേക്ക് ഒക്കെ ഉണ്ടാക്കുമല്ലോ, അതുപോലെ ആയിരിക്കില്ല സൈഡ്, കുറച്ചുകൂടെ ഒരു കട്ടി ഉണ്ടാവും, ഇത്തിരി കൂടെ ഒരു ഹാർഡായിരിക്കും. എന്നാൽ മുറിച്ച് കഴിക്കുന്ന സമയത്ത് ഉള്ളിൽ നല്ല സോഫ്റ്റും ഉണ്ടാവും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ചെറിയ ഈ കരിഞ്ഞ പോലത്തെ ഒരു കറുപ്പ് കളറ് കേക്കിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓവൻ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുമല്ലോ, പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പം ആ ഒരു കറുത്ത കളർ വരുന്നത് ഒഴിവായി കിട്ടും. ഞാനങ്ങനെ വെക്കാൻ മറന്നു പോയിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഒരു അളവ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കേക്ക് കറക്റ്റ് തൂക്കി വെക്കുന്ന സമയത്ത് ഒരു 650 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 3/4 കിലോൻ്റെ അടുത്ത് വരുന്നുണ്ട് നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഈ കേക്ക് ഇപ്പോൾ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കരമായിട്ട് കറുത്ത് പോയല്ലോ, കളർ കൂടി കരിഞ്ഞു പോയോ എന്നൊക്കെ വിചാരിക്കും. ഒരു പ്രശ്നമില്ല കേട്ടോ, കാരണം ഇത് ഓരോ പീസായിട്ട് മുറിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഒരു ഭംഗി കിട്ടുക ഈ ഒരു കളറിലായിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് കനം കുറച്ച് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ശരിക്കും നമ്മൾ ഇത് ഇന്ന് കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇന്നൊക്കെ ഉണ്ടാക്കി നാളെയൊക്കെ കഴിക്കുന്ന സമയത്ത് ഒരിക്കലും ചൂടോടുകൂടെ ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ മുറിച്ച് കഴിക്കരുത്, അപ്പോൾ കറക്റ്റ് ടേസ്റ്റ് ഒരിക്കലും കിട്ടില്ല. ഇതാ ഈ ഒരു രീതിയിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നല്ല ബ്രൗൺ കളർ ആയിരുന്നെങ്കിലും ആ ഒരു 4 സൈഡിലേക്ക് ആ ബ്രൗൺ കളർ ഉണ്ടാവും ചെയ്യും. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കളറിൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക്. ഇപ്പോൾ ഇവിടെ കേക്ക് മൊത്തത്തിൽ ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കാണുന്ന സമയത്ത് തന്നെ ശരിക്കും നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ പീസ് കേക്ക് വാങ്ങിക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ തോന്നുന്നുണ്ട് കേട്ടോ. ശരിക്കും ആ ഒരു ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന കുറച്ചൊരു കട്ടി കാനമൊക്കെ ഉള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണിത്. പിന്നെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. കാരണം ഒരു പഴത്തിൻ്റെ ഫ്ലേവറൊക്കെ വരുന്ന സമയത്ത് ഒരു അടിപൊളി കേക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്തു വെക്കാവുന്നതേ ഉള്ളൂ. ശരിക്കും കുറച്ചൊരു വ്യത്യസ്ത ടേസ്റ്റ് ഉള്ള, അതായത് പഴത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. അപ്പം ഈ ഒരു രീതിയിലുള്ള കേക്ക് നിങ്ങൾ ഇതുവരെ റെഡിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഒരു കാര്യം, ഞാൻ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് കുറേ ആളുകൾ പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല, അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നാൽ പോലും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കാണുമ്പോൾ സബ്സ്ക്രൈബ് എന്ന് കാണുന്നുണ്ടല്ലോ റെഡിൽ, അപ്പോൾ അതിൽ സബ്സ്ക്രൈബ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ്ഡ് എന്നാവും. അങ്ങനെ ആയാലാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തു എന്നാവുള്ളൂ. ഇനി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്താൽ പോലും എപ്പോഴും നോട്ടിഫിക്കേഷൻ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ഈ കാണുന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ, ചെറിയൊരു കുഞ്ഞ് ബെല്ല്, അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഞാൻ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ലേറ്റ് ആവുന്നുണ്ട്, കിട്ടാത്ത പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ബെല്ലൈക്കൻ്റെ താഴെ ഒരു ഓപ്ഷൻ എന്നുള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് ഓൾ എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്തിടണം. അതായത് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഇതുപോലെ ഓൾ
ഓളിൽ പോയിട്ട് സെലക്ട് ചെയ്ത് ഇടുകയാണെങ്കിൽ എപ്പോഴും നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ഫദ്വാസ് കിച്ചൻ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക്